ഹായ് കുട്ടികളെ, കീം 2024 ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ, അതുപോലെ തന്നെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷകൻ്റെ പ്രൊഫൈലിൽ അത് പരിശോധിക്കുന്നതിനും അപാകതകൾ പരിഹരിക്കുന്നതിനുമുള്ള അവസരം ഇപ്പോൾ CEയുടെ പോർട്ടലിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് പോർട്ടലിൽ കയറിയിട്ട് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ 2025 അധ്യയന വർഷത്തെ കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ, അതുപോലെ തന്നെ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും ആ പ്രൊഫൈലിൽ എന്തെങ്കിലും ന്യൂനതകളുള്ള പക്ഷം മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനുമുള്ള അവസരം 16/7/2024 11:59 PM 16-ാം തീയതി അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താവുന്നതാണ്. അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് പോകണം. നിങ്ങൾ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് പോവാം. അപ്പോൾ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഒരു ആക്സസ് കീ അവിടെ കാണിക്കും. ആ ആക്സസ് കീയും കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ പോർട്ടലിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ അതിനകത്ത് അപേക്ഷയിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ നേറ്റിവിറ്റി, സംവരണം, മറ്റ് ആനുകൂല്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ ഫോട്ടോ, ഒപ്പ് എന്നിവയും ദൃശ്യമാവുന്നതാണ്. അപ്പോൾ അപേക്ഷയിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്നൊക്കെയാണ് സബ്മിറ്റ് ചെയ്തതെങ്കിൽ അവർ തിരക്കിനിടയ്ക്ക് അടിച്ച് കയറ്റിയതാണ്, അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഇപ്പോൾ തന്നെ അത് ചെക്ക് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ന്യൂനതകളുള്ള പക്ഷം പ്രൊഫൈൽ പേജിൽ ഒരു മെമ്മോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു മെനു ഉണ്ടാവും. ആ മെമ്മോ ഡീറ്റെയിൽസ് എന്ന മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂനതകൾ സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ മെമ്മോ പേജിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഡിഫക്റ്റുകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ, സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫോട്ടോ, ഒപ്പ് മുതലായവ അപേക്ഷകൻ ഓൺലൈനായി തന്നെ 16/7/2024 12 മണിക്ക് രാത്രി 12 മണിക്ക് മുമ്പായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപാകതകൾ പരിഹരിക്കുന്നതിനായിട്ട് പിന്നീട് ഒരു അവസരവും നമുക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ അനുബന്ധ സർട്ടിഫിക്കറ്റോ രേഖകളോ ഒന്നും പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് നമ്മൾ അയക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കറക്റ്റാണോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക. കറക്റ്റ് അല്ലെങ്കിൽ അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരം ഉണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ പ്രോസ്പെക്ടസ് വ്യവസ്ഥ അനുസരിച്ചിട്ട് നമുക്ക് കേരളീയരായിട്ടുള്ളവർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താലാണ് എന്ത് കിട്ടുക, നമ്മുടെ സാമുദായികമായിട്ടുള്ള സംവരണങ്ങളും മറ്റ് റിസർവേഷനും ഫീസ് ആനുകൂല്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ചിലപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നേറ്റിവിറ്റിയുടെ മെമ്മോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ആ മെമ്മോ നോക്കിയതിന് ശേഷം നിങ്ങൾ ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്തിട്ട് ആ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യേണ്ടതാണ്. എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിന് ശേഷം നിങ്ങളുടെ +2 PCMൻ്റെ മാർക്ക് കൂടി എൻട്രി ചെയ്തിട്ടുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് 58,000-ഓളം പേര് എൻട്രൻസ് ക്വാളിഫൈ ചെയ്തിട്ടും റാങ്ക് ലിസ്റ്റിൽ 52,000-ഓളം പേരെ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മാർക്ക് സബ്മിറ്റ് ചെയ്യാതിരുന്ന ഏകദേശം 6,000-ഓളം കുട്ടികളെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവർ എൻട്രൻസ് ക്വാളിഫൈ ചെയ്തെങ്കിൽ പോലും അവരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന അപാകതകൾ മൂലം നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാനാവാതെ പോകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേറ്റിവിറ്റി ഒക്കെ കൊണ്ട് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, റിസർവേഷൻ, അതുപോലെ തന്നെ ഫീസ് കൺസെഷൻ, സ്കോളർഷിപ്പുകൾ, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് പറ്റുന്ന ഒരു ചെറിയ അബദ്ധം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്സായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ചെയ്യുക. ഇനി NRI ക്ലെയിം ചെയ്ത അപേക്ഷകർക്ക് അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള അവസരം പിന്നീട് എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ വരുന്നതാണ്. അത് ആ സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പോർട്ടലിലേക്ക് കയറുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മെമ്മോ വന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാവരും കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തതിന് ശേഷം കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. എൻട്രൻസും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിലേക്കുള്ള അഡ്മിഷനും കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും
വീഡിയോസും നമ്മുടെ വീഡിയോകളിൽ സീരീസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് അപ്പോൾ തന്നെ കിട്ടാനും നോട്ടിഫിക്കേഷൻസ് കിട്ടാനുമായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ എൻട്രൻസിലേക്ക് പ്രിപ്പയർ ചെയ്തവരും എഴുതിയവരും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടെ തന്നെ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക.